മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 23-ാം വാക്യം. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യൻ. ഇവന് തന്നെ അറിയത്തില്ല ഇത് അശുദ്ധാത്മാവാന്നോ. അവന് ഈ കൈയടിക്കുന്ന ഓളത്തിൽ കൈയടിക്കുക. അപ്പോൾ ഈ അശുദ്ധാത്മാവാന്ന് ഇവന് എന്ത് ചെയ്യുന്നില്ല, മനസ്സിലായിരുന്നേ. അവൻ എന്നേ വിടുതലിന് കാത്തിരുന്നേ. പൗലോസ് ഒരിക്കൽ ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ ഉപദേശിയെ പൊക്കുന്നൊരു സ്ത്രീ രംഗത്ത് വന്നു. ഇതാ വരുന്നു അത്യുന്നതനായ ദൈവത്തിൻ്റെ പെന്തിക്കോസ്തുകാരുടെ അങ്ങ് നിന്നേല്ലയോ. നാട്ടിലുള്ളവരായാലും പൊക്കി പിടിക്കുന്നല്ലോ. ഇതാ വരുന്നു അത്യുന്നതനായ. നമ്മൾ വല്ല ഉടുപ്പിൻ്റെ കോളറൊക്കെ പൊക്കി കിട്ടേനെ കണ്ടോ. അവർക്ക് മനസ്സിലായില്ലേ, ഞങ്ങൾക്ക് മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞ് പൊക്കി. പക്ഷെ പൗലോസ് ഒന്ന് നോക്കിയേച്ച് പൗലോസിന് മനസ്സിലായി ഇവള് പറയുന്നത് ദൈവാത്മാവിലൊന്നുമല്ല, ഇവിടെ ദേഹത്തൊരു ഉഗ്ര സാധനം ഇരിപ്പുണ്ട്. ആ സാധനം വെറൈറ്റി ഐറ്റമാണ്. മുതലാളിമാർക്ക് ലാഭം വരുത്തുന്ന വെളിച്ചപ്പാടിൻ്റെ ആത്മാവുള്ളൊരു സ്ത്രീയാണ്. മിണ്ടുന്നില്ല. ഈ 3-ാം സ്വർഗം വരെ പോയാലും പൗലോസിന് കിട്ടിയ ഏറ്റവും വലിയ വരമാണ് ഭൂതത്തെ കണ്ട ഭൂതമാണെന്നും ദൈവാത്മാവുള്ളവനെ കണ്ട ദൈവാത്മാവുള്ളവനെന്ന് തിരിച്ചറിയാനുള്ള വരം. അപ്പം ഇവിടെ എഴുതിയിരിക്കുക, പള്ളിയിൽ അശുദ്ധാത്മാവ് ബാധിച്ച അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. നമ്മൾ ഇനി എൻ്റെ കൂടെ സഹകരിക്കുമോ ഞാൻ പറയുന്നതിനോട്? ഈ നമ്മുടെ വീട്ടിലും സഭയിലും ഒക്കെ ചിലരോട് നമ്മൾ പറയുന്നില്ല, നമ്മുടെ അറിവ് മനസ്സിൽ നമ്മൾ പറയാറുണ്ട്, ഈ പുള്ളിക്ക് എന്തോ ഒരു കുഴപ്പം ഇല്ലയോ. ഹന്നായും ഇടയ്ക്ക് പറയുന്നുണ്ട് പെനീനായ്ക്ക് എന്തോ ഒരു ഉണ്ടെന്നില്ല. ഇല്ലേ, നമ്മൾ പറയുന്നത് ഇപ്പം കൈവച്ചാൽ ഇളകി പോകുന്ന സാധനം ഒന്നുമില്ല, പക്ഷെ എന്തോ ഒരു സാധനം. നിങ്ങളിന്ന് ഉറപ്പോടെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാവൂ. ഇത് ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന ദൂതം. ഒരാമയും വരുന്നില്ല. എന്നോട് ഹോളി സ്പിരിറ്റ് പറഞ്ഞു, എനിക്ക് ചില വ്യക്തികളിൽ വലിയ പ്രവൃത്തികൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. നിന്റെ വിശുദ്ധിയെ തകർക്കുന്ന എല്ലാ അശുദ്ധ മണ്ഡലങ്ങളും ഇന്നത്തെ പ്രാർത്ഥനയിൽ അഴിഞ്ഞു പോകണം. നിന്റെ അകത്ത് പരിശുദ്ധാത്മാവിന് അനായാസം മൂവ് ചെയ്യണം. നിന്നെ ദൈവത്തിന് ഉപയോഗിക്കണം. ആയിരങ്ങളുടെ വിടുതലിന് നിന്നെ ദൈവത്തിന് വേണം. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാനിപ്പോൾ ഓർക്കുക, ഈ ചിലർക്ക് അറിയത്തില്ല അവരുടെ ദേഹത്ത് ഭൂതമുണ്ടെന്ന്. ഞാനൊക്കെ വിശ്വാസത്തിൽ വന്നപ്പം ഞാൻ പോകുന്ന ചർച്ചിലെ ഒരു സഹോദരന് ഈ കൺവെൻഷനൊക്കെ അന്ന് ഈ കവുങ്ങൊക്കെ വെട്ടിക്കൊണ്ടാണ് പോകുന്ന കൺവെൻഷൻ. ഇപ്പോഴത്തെ പോലെ പന്തലുകാരൊന്നുമില്ല, കവുങ്ങൊക്കെ വെട്ടി. ഞാനൊക്കെ എന്തോ ഒരു കവുങ്ങി വന്നിട്ടുണ്ട്. 3 പേര് കൂടിയൊക്കെ ആ കവുങ്ങ് കൺവെൻഷന് കൊണ്ടുപോയിട്ടുള്ളത്. അന്നേരം ഞങ്ങളുടെ ഇടയിൽ ഒരു സഹോദരൻ ഒറ്റയ്ക്ക് ഒരു കവുങ്ങ് എടുത്തുകൊണ്ട് പോവുക. അന്നേരം ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞു, ഇവൻ എന്തോ ബൂസ്റ്റിൻ്റെ ശക്തിയൊന്നും അല്ല, എന്തോ ഒരു കുഴപ്പം. അതുകൊണ്ട് ആ യോഗത്തിന് സൂക്ഷം പോലെ പുള്ളി ഇളകി അവിടുത്തെ ചാരിബഞ്ച് മേപ്പോട്ട് പോയി ഫാൻ്റെ ലീവ് പൊടിച്ച് താപ്പോട്ട് വരിക. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, ജീവനുള്ളതിൽ വസിക്കാനാണ് ഭൂതങ്ങൾ ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ. ഇവിടെ അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യൻ പള്ളി കയറിയിരിക്കുക. യേശു ആ പള്ളി ശുശ്രൂഷ, പള്ളി പാവം യേശു വരുന്നിടം വരെ അവിടെ ആർക്കും അറിയത്തില്ല അച്ചാൻ്റെ ദേഹത്തിരിക്കുന്നത് അശുദ്ധാത്മാവാണ്. ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിച്ച് എന്നിട്ട് ഞാൻ ആ ദൂതിൻ്റെ വിവരണത്തിലോട്ട് വരാം. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവതരണം, അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ നിലവിളിച്ചു, നസ്രേനായ യേശു. ഇത് അറിയുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ പ്രസംഗം തുടങ്ങുമ്പോൾ നിലവിളിക്കും. പ്രസംഗം തുടങ്ങുമ്പോൾ നിലവിളിക്കും. ചിലരൊക്കെ പ്രസംഗത്തിൽ ഓരിയിടുന്നത് കണ്ടിട്ടില്ലയോ? കുഴപ്പമുണ്ട്, മിണ്ടുന്നില്ല. സ്തോത്രം. വലിയ ബഹളം ഉണ്ടാക്കും പ്രസംഗത്തിൽ. സ്തോത്രം. ഞാനിപ്പോൾ ഓർക്കുക, ചില മിണ്ടുന്ന ഭൂതവുമുണ്ട്, മിണ്ടാത്ത ഭൂതവുമുണ്ട്. ഞാനൊരിക്കൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിൽ എന്നെ വിളിച്ചുകൊണ്ട് പോയത് അദ്ദേഹം കുവൈറ്റിൽ നിന്ന് വന്ന എൻ്റെ ഒരു സ്നേഹിതനാണ്. ഞാൻ അവിടെ വെച്ച് അദ്ദേഹത്തെ പുള്ളിയെ സ്നാനപ്പെടുത്തി. പുള്ളി നാട്ടിൽ വന്നു പറഞ്ഞു എൻ്റെ വീട്ടിൽ വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. എൻ്റെ അനുജനൊരു ചെറിയ പ്രശ്നമുണ്ട്, അവൻ ഇടയ്ക്കിടയ്ക്ക് തൂങ്ങാൻ കയറുമെന്ന് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് 9 പ്രാവശ്യം ഇപ്പോൾ ഫാനെ കയറി, 2 പ്രാവശ്യം കിണറ്റിലെടുത്ത് കയറി. എപ്പോഴും എങ്ങനെയൊക്കെ രക്ഷപ്പെടും. ഒരു പ്രാവശ്യം ഫാനെ കയറിയപ്പം അവൻ്റെ ഭാര്യ ഒന്ന് അറച്ചിട്ടു. അപ്പം ഞാൻ അവരുടെ വീട്ടിൽ ചെന്നപ്പം ഇവൻ എന്ത് ചെയ്താൽ വെളിയിലോട്ട് വരത്തില്ല. അപ്പം ഈ ചേട്ടൻ ചെന്ന് വിളിച്ചോണ്ട് വന്നപ്പോൾ ഇവൻ ഇങ്ങനെ കൈ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു കൈ അങ്ങ് അല്ല വിടത്തില്ല. തിരിച്ച് ഞാൻ വിട്ടാ പോവും. ഞാൻ വിട്ടാ പോവും, ഒരു കുഴപ്പമില്ല എന്നാ ചേട്ടൻ എന്നോട് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് തൂങ്ങുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തുവായിരുന്നു സാധനം? ഈ ചർച്ചിലൊരു പെങ്കൊച്ചിനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. അപ്പോൾ ഈ പെങ്കൊച്ച് സാധാരണയും കവിഞ്ഞ് ഇത്രയും വരെ ഉള്ള ബ്ലൗസ് വിട്ട്
ഇത്രയും വരെയുള്ള കൈ നീങ്ങി കൈയൊക്കെ നീട്ടി വെച്ച് വന്നു. അപ്പം ഞാൻ ഓർത്തു, എൻ്റെ ദൈവമേ, ഈ നല്ലൊരു പെങ്കൊച്ചാണെന്നല്ലോ, കാരണം ഇവർക്ക് ഇത്രയും വലിയ ഭക്തിയുള്ളൊരു കൊച്ചാണെന്നല്ലോ, അവിടെ കൈ പോലും പരസ്യമായിട്ട് കാണിക്കാതെ ഇത്രയും അപ്പനും അമ്മയും പ്രാർത്ഥിക്കാൻ കൊണ്ടെന്ന് വെച്ചോണ്ട് 2 വർഷം ഇവിടെ കൈ ഒന്ന് നോക്കിക്കേ. ആ സ്ട്രെസ് മേപ്പോട്ട് പൊക്കിയപ്പം 33 ഇടം വരഞ്ഞേക്കുക. പ്രശ്നം വന്നാൽ ഉടനെ കയറി ബ്ലേഡ് കൊണ്ട് കണ്ടിക്കും. പോലീസ് സ്റ്റേഷന് വരെ 9 പ്രാവശ്യം കേസെടുത്തിട്ടുണ്ട് ഈ കണ്ടിക്കുന്നതിന്. അന്നേരം മനസ്സിലായേ, പ്രാർത്ഥിച്ച തലയിൽ കൈവച്ച് അലറി അടിച്ച് ഇവിടെ വീളപ്പഴ മനസ്സിലായത്, ഈ കൂടെ ഇത് അറക്കുന്നത് മനുഷ്യാത്മാവല്ല, ഒരു ദുരാത്മാവാണ്.